ചാലക്കുടി നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടം അപകടാവസ്ഥയിൽ. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കെട്ടിടം നാശത്തിന്റെ വക്കിലെത്താൻ കാരണമായത്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ഒന്നാം നിലയിലെ പാരപ്പറ്റ് ഇടിഞ്ഞ് താഴേക്ക് വീണിരുന്നു. പാരപ്പറ്റിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റ് അടക്കമാണ് താഴേക്ക് വലിയ ശബ്ദത്തോടെ പതിച്ചത്. ബസ് കാത്തുനിന്നവർ ശബ്ദം കേട്ട് ഓടിമാറിയതിനാൽ വൻ അപകടം ഒഴിവായി. കെട്ടിടത്തിന്റെ അകത്തും പുറത്തുമായി കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് പതിവാണ്. യാത്രക്കാരുടെ തലയിലേക്ക് കോൺക്രീറ്റിന്റെ ഭാഗങ്ങൾ അടർന്നു വീണ് പരിക്കു പറ്റുന്നതും സ്ഥിരക്കാഴ്ചകളിൽ ഒന്നാണ്. വാർക്കയുടെ പല ഭാഗത്തും തുരുമ്പെടുത്ത കമ്പികൾ പുറത്തായി നിൽക്കുന്ന അവസ്ഥയുമാണ്. കോൺക്രീറ്റിന്റെ പൊളിഞ്ഞ ഭാഗങ്ങളിൽ ആൽമരങ്ങളും വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ നഗരസഭാ കൗൺസിലിന്റെ കാലത്ത് ബസ് സ്റ്റാൻഡ് കെട്ടിടം ടൈൽ വിരിച്ചും പെയിന്റ് അടിച്ചും നവീകരിച്ചിരുന്നു. ചോർച്ചയില്ലാതിരിക്കാനായി ഒന്നാം നിലയിലെ ഒരു ഭാഗത്ത് ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കുര തീർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതുവരെയും ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും ചെയ്തിട്ടില്ല. 100ഓളം സ്ഥാപനങ്ങളാണ് 3 നിലകളിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. വാടക ഇനത്തിൽ വലിയ വരുമാനമാണ് നഗരസഭയ്ക്ക് പ്രതിമാസം ഇവിടെ നിന്ന് ലഭിക്കുന്നത്. എന്നിട്ടും കെട്ടിടത്തിന്റെ സംരക്ഷണത്തിനായി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി.